Hey guys, welcome back to my channel. Oh yeah! ഈ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും വേണ്ടിയല്ല, നഴ്സുമാർക്ക് മാത്രമേ വേണ്ടിയാണ്. People who are studying nursing or who have finished their nursing degree and are working in a private hospital, or people who are about to join nursing. This video is for those people, okay? So എൻ്റെ കൂടുതൽ ഓഡിയൻസ് മലയാളീസാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ കൂടുതൽ മലയാളത്തിൽ പറയും. എന്തായാലും ഞാൻ ക്യാപ്ഷൻ ചിലപ്പോൾ അതിൽ കിട്ടും ഇംഗ്ലീഷിൽ. സോ നമുക്ക് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ഒരു എക്സാമാണ്, എൻട്രൻസ് എക്സാം, ജോലിക്ക് വേണ്ടി ഒരു എക്സാമാണ് നോർസെറ്റ്, NORCET. എന്താണ് നോർസെറ്റ്? അത് എളുപ്പമാണോ ഡിഫിക്കൽട്ട് ആണോ, അതിൽ ജോലി കിട്ടിയിട്ട് സാലറി എത്രയായിരിക്കും, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതെല്ലാം ഞാൻ ഈ വീഡിയോയിനകത്ത് പറഞ്ഞു തരാം. സോ സ്റ്റേ കണക്റ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എൻ്റെ പേര് അസ്രാറാണ്. ഞാൻ കോട്ടയത്തിലാണ് നഴ്സിംഗ് പഠിച്ചത്. നഴ്സിംഗ് പഠിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. എന്നിട്ട് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ അവിടെ തന്നെ കയറി. പ്രൈവറ്റിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതിന് അപ്ലൈ ചെയ്ത് വെച്ചു. എന്നിട്ട് അവിടെ തന്നെ എക്സാം എഴുതിയത് 2 എക്സാം ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉണ്ട്. അത് എഴുതിയപ്പോൾ സെലക്ഷൻ ആയി. ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടിയത്, ജോലി കിട്ടിയത്, നല്ല സാലറി ഉണ്ട്. ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ മാസം ജോയിൻ ചെയ്യാൻ പോവാനത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ ജേർണി. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ഈ നഴ്സിംഗ് പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യും? OET എഴുതണോ, IELTS എഴുതണോ, അതോ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യണോ, ഇവിടെ തന്നെ പ്രൈവറ്റിൽ വർക്ക് ചെയ്യണോ? സോ കുറേ കൺഫ്യൂഷൻ ഒക്കെ കാണും. കുറേ ഗവൺമെൻറ് കുറേ എക്സാംസ് നടത്തുന്നുണ്ട്. പക്ഷെ അത് നമുക്കത് തോന്നും, ഭയങ്കര പാടാണ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈസി ഒരു വേ, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഗവൺമെൻറ് എക്സാംസ് പാസ് ചെയ്യാൻ പറ്റും, നല്ല ഒരു റാങ്ക് കിട്ടിയിട്ട് എളുപ്പമായിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ വീഡിയോ നോർസെറ്റിന് വേണ്ടിയാണ്. നോർസെറ്റ് എന്താണ്? നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതൊരു ഗവൺമെൻറ് എക്സാമാണ്. AIIMS ആണ് കണ്ടക്ട് ചെയ്യുന്നത് ആ എക്സാം. AIIMS ഡൽഹി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അതിൽ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ആവും. അത് കുറേ AIIMS ഉണ്ടല്ലോ ഇന്ത്യത്തിൽ. കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല AIIMS, വരും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കോഴിക്കോടിലാണ് വരുന്നത് തോന്നുന്നു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോൾ അത് നമുക്ക് നോക്കാം. പക്ഷേ കുറേ ഒക്കെ ഉണ്ട്. കല്യാണി ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, ദിയോഘർ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഇവിടെ കശ്മീരിൽ നമുക്ക് അവന്തിപോറ ഉണ്ട്. സോ കുറേ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ ആവും. സോ ഇനി നമ്മൾ നോക്കാം ആ എക്സാമിൻ്റെ എന്താണ്, എങ്ങനെയാണ് എക്സാം. ഓക്കെ, എത്ര എക്സാംസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് അതൊക്കെ നോക്കാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം അപ്ലൈ ചെയ്യണം. കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് എക്സാം ആയിരിക്കും പ്രിലിംസ്. പ്രിലിംസ് നിങ്ങൾ എഴുതുമ്പോൾ അതിൽ ഒരു കട്ട് ഓഫ് ആയിരിക്കും. ആ കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സാമിനെ വിളിക്കും. ഫോർ സെക്കൻഡ് എക്സാം ദേ വിൽ കോൾ യു. ഓക്കെ, സെക്കൻഡ് എക്സാം ആണ് മെയിൻസ്. പക്ഷേ ആദ്യം പ്രിലിംസ് പാസ് ആവണം. പ്രിലിംസ് പാസ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻസ് എടുത്താൻ പറ്റും. പ്രിലിംസ് പാസ് ആയില്ലെങ്കിൽ AIIMS എടുത്താൻ പറ്റൂല. സോ യു ഹാവ് ടു ഫോക്കസ് ഫസ്റ്റ് ഓൺ പ്രിലിംസ്. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞിട്ട് പാസ്സായ മെയിൻസ് എക്സാം ഉണ്ട്. അതും ഒരു 10, 20, 30 ഡേയ്സ് ഡിഫറൻസ് ആയിരിക്കും രണ്ട് എക്സാമത്തിൽ. മെയിൻസ് നിങ്ങൾക്ക് പാസ്സായ അതിൻ്റെയും അതുപോലെ ഇത് വരും, അഡ്മിറ്റ് കാർഡ് വരും. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകണം. എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരും. നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് കാണും. കട്ട് ഓഫ് നിങ്ങൾ പാസ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി പറയാൻ പറ്റില്ല, ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ജോലി ഉണ്ടെന്ന്. ഒരു റാങ്ക് ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾക്ക് എത്ര റാങ്കാണ് ഓൾ ഇന്ത്യത്തിൽ മൊത്തത്തിൽ, അത് അനുസരിച്ചിട്ടാണ് കോളേജ് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാ വർഷം നമുക്ക് ഡിഫറെൻറ്റ് സീറ്റ്സ് ഉണ്ട്. ഈ വർഷം 3700 സീറ്റ്സ് ആയിരുന്നു തോന്നുന്നു മൊത്തത്തിൽ. പക്ഷേ ഉണ്ടല്ലോ ഇതിലൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ 80% സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഫീമെയിൽസ് ആൻഡ് ഓൺലി 20% ആർ റിസർവ്ഡ് ഫോർ മെയിൽസ്. പക്ഷേ അതിലും വലിയ കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് കൂടുതൽ ഫീമെയിൽസ് ആണല്ലോ ഈ ഫീൽഡിൽ, നഴ്സിംഗിൽ. അതുകൊണ്ട് ഫീമെയിൽസിന് വേണ്ടി 80% വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത റിസർവേഷൻ SC, ST, OSC, മറ്റേ RBA,
പിന്നെ EWS, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കുറേ ഒക്കെ വരും. അതും അത് കഴിഞ്ഞിട്ട്. സോ നിങ്ങൾ അൺറിസർവ്ഡ് ആണെങ്കിൽ കുറച്ച് പാടാണ് അത്. പക്ഷേ ഞാനും അൺറിസർവ്ഡ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടിയത് എളുപ്പമായി, ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ പറയാൻ പോകുന്നില്ല അത് വലിയ ഡിഫിക്കൽട്ട് എക്സാമാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, എക്സാം ഉണ്ടല്ലോ യൂഷ്വലി 2 times ആയിരിക്കും ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. യൂഷ്വലി ഒരു ഏപ്രിൽ ആകുമ്പോൾ കണ്ടക്ട് ചെയ്യും, പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ കണ്ടക്ട് ചെയ്യും. സോ ബൈ ആനുവലിയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒരു വർഷത്തിൽ 2 വട്ടം. കുറേ പേർക്കാണ് ഒരു പേടിയാണ്. അതിൽ കുറേ പേര് എക്സാം എടുത്തിട്ടുണ്ടല്ലോ. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു 80,000 ഒക്കെ സ്റ്റുഡൻസ് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സത്യം പറയാം, ഞാൻ 80,000 അപ്ലൈ ചെയ്തു. പക്ഷേ അതിൽ ശരിക്കും അപ്ലൈ ചെയ്തവർ 20,000 കൂടുതലില്ലായിരിക്കും. 20 അല്ലെങ്കിൽ 25,000 കൂടുതൽ അത്രയേ ഉള്ളൂ ശരിക്കും അപ്ലൈ ചെയ്യുന്നവർ. ഈ എന്താ പറയുക, ആഗ്രഹമുള്ളവർ അത്രയായിരിക്കും. ബാക്കി ചുമ്മാ ഒരു അപ്ലൈ ചെയ്തിട്ട് ഫീസ് പേ ചെയ്തു അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഐ സ്വയർ ഭയങ്കര എളുപ്പമാണ്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ പറയാം. എനിക്ക് ശരിക്കും ഇത് ആഗ്രഹം ഇല്ലായിരുന്നു ഞാൻ നോർസെറ്റ് എഴുതാൻ. എനിക്ക് വേറെ ഒരു എക്സാം എഴുതാനായിരുന്നു, SGPG AIIMS, സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അത് UP യിലാണ്. ഞാൻ അതിന് വേണ്ടി വിചാരിച്ചു പ്രിപ്പയർ ചെയ്യാമെന്ന്. സോ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ഒരു മാസത്തേക്ക് വീട്ടിൽ വന്നു. സോ ഞാൻ വിചാരിച്ചു വീട്ടിൽ പഠിക്കാം. പക്ഷേ എൻ്റെ 10 ദിവസം ഇവിടെ ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ അത് 10 ദിവസം പോയി. പിന്നെ എനിക്ക് 20 days ആയിരുന്നു. സോ എൻ്റെ നോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് ഒരു ബുക്ക് കിട്ടിയത്. ആ ബുക്ക് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ ആ ബുക്ക് ഏതാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ ഞാൻ ആ ബുക്ക് മാത്രം പഠിച്ചിട്ടുണ്ട്, ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ടെലിഗ്രാമിലൊക്കെ കുറേ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്യൂസൊക്കെ വരും. അതിൽ ഞാൻ കുറച്ച് ക്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 10-20 minutes എടുക്കും ഒരു ക്യൂസ്. ഞാൻ അതിൻ്റെ മേ ബി എത്ര ചെയ്തിട്ടുണ്ടാവും, 20 അല്ലെങ്കിൽ 25 ക്യൂസ് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ 20 ദിവസത്തിൽ. ഓക്കെ, എന്നിട്ടും ഞാൻ 20 days മാത്രം പഠിച്ചിട്ട് എനിക്ക് പ്രിലിംസും ക്വാളിഫൈ ആയി, മെയിൻസും ക്വാളിഫൈ ആയി, റാങ്ക് ലിസ്റ്റിൽ വന്നു, സീറ്റ് കിട്ടിയത്. സോ അത്ര എളുപ്പമാണ്, മനസ്സിലായോ? ആ ബുക്ക് നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, ഇനി സാലറിയുടെ കാര്യം. സാലറി കുറേ പേര് ചോദിക്കുന്നു. ഈ എക്സാമിന് വേണ്ടി പഠിച്ചത് കുറേ പ്രിപ്പയർ ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും, പിന്നെ ഓക്കെ അത് കിട്ടി, പിന്നെ നല്ല സാലറി കിട്ടുമോ? അതൊരു ചോദ്യമാണല്ലോ. അങ്ങനെ എത്ര പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ സാലറി കുറവാണെങ്കിലോ എന്ത് കാര്യം, അതിനൊന്നും യൂസ് ഇല്ലല്ലോ. സോ നിങ്ങൾ ഈ എക്സാം പാസ്സായ നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടല്ലോ, ഫസ്റ്റ് സാലറി 80,000 മേലിലായിരിക്കും. മിനിമം ഒരു 80,000 കിട്ടും നിങ്ങൾക്ക് ബേസിക് ഫസ്റ്റ് സാലറി. മനസ്സിലായോ? ലീവ്സ് എത്ര ആയിരിക്കും? ഒരു മാസത്തിൽ ഒരു 10-12 ലീവ്സ് കാണും. ഭയങ്കര കുറവാണ് ഡ്യൂട്ടി. 6 hours ഡ്യൂട്ടി ഉള്ളൂ ഒരു ദിവസത്തിൽ. 6 hour ഡ്യൂട്ടി. പിന്നെ ഒരു മാസത്തിൽ ഒരു 5-6 നൈറ്റ് ഒക്കെ കാണും, അത്രേ ഉള്ളൂ. നൈറ്റ് സമയത്ത് 12 hour ഡ്യൂട്ടിയാണ്. ഡേ ടൈം ആണെങ്കിൽ 2 ഷിഫ്റ്റ് ഉണ്ടല്ലോ, മോർണിംഗ് ഈവനിങ് 7 to 1, 1 to 7. സോ ഈ ജോലി ഉണ്ടല്ലോ ഭയങ്കര കുറവാണ്, സാലറി നല്ലതാണ്. സോ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടല്ലേ, പഠിച്ചോ. ഞാൻ ഉറപ്പായിട്ട് പറയും, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചോ, നിങ്ങൾക്ക് സെലക്ഷൻ ആവും. ആ ബുക്ക് പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞ ബുക്കല്ലേ, അത് പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട. കുറേ പേരൊക്കെ ഓൺലൈൻ ഇത് എടുക്കുന്നുണ്ട്, കോച്ചിങ് ഒക്കെ. ഞാൻ കോച്ചിങ് എടുത്തില്ല, കോച്ചിങ്ങിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടേ ഇല്ല. നിങ്ങൾ ഈ 4 വർഷം പഠിച്ചില്ലേ നഴ്സിംഗ്, അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത്രയും ഒന്നും പഠിക്കണ്ട, മെയിനായിട്ട് പഠിച്ചാൽ മതി. ആ ബുക്കിലെല്ലാം മെയിൻ സാധനമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ശരിക്കും ഇനി കുറച്ച് വേണമെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, കോമെൻറ്റ് ചെയ്താൽ മതി, ഞാനത് എല്ലാം പറഞ്ഞു തരാം. എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, എത്ര അവേഴ്സാണ് പഠിക്കേണ്ടത്, ഫുൾ ഡേ പഠിക്കണോ, 24 hours പഠിക്കണോ, അത് ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, സോ വേറെ ഒന്നുമില്ലല്ലോ. സോ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നിർത്താം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കോമെൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ DM ചെയ്താൽ മതി ഇൻസ്റ്റയിൽ. സോ നമ്മൾക്ക് നോക്കാം. ഓക്കെ.
ശരി, ഇപ്പോഴത്തേക്ക് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.